ഓരോ തുള്ളിയിലും ഒരു കഥയുണ്ട്, ഓരോ കഥയിലും ഒരു പ്രചോദനമുണ്ട്. അത്തരമൊരു പ്രചോദനത്തിന്റെ കഥയാണ് റെഡ് ബുള്ളിന്റേത്. ഒരു സാധാരണ എനർജി ഡ്രിങ്കിൽ നിന്ന് ആഗോള പ്രതിഭാസമായി മാറിയ റെഡ് ബുള്ളിന്റെ യാത്ര സംരംഭകത്വത്തിന്റെയും വിപണന തന്ത്രങ്ങളുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ്. 1980കളിൽ ഡയട്രിക് മറ്റേഷിഡ്സ് എന്ന ഓസ്ട്രിയൻ സംരംഭകൻ തായ്ലൻഡിൽ വെച്ച് ക്രേറ്റിംഗ് ഡൈയിങ് എന്ന ഒരു എനർജി ഡ്രിങ്ക് കണ്ടെത്തുന്നു. അതിന്റെ രുചിയിൽ ആകൃഷ്ടനായ അദ്ദേഹം ഈ പാനീയം യൂറോപ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ക്രേറ്റിംഗ് ഡൈയിങ് എന്റെ ഫോർമുലയിൽ മാറ്റങ്ങൾ വരുത്തി യൂറോപ്യൻ രുചിക്കനുസരിച്ചുള്ള ഒരു പുതിയ പാനീയം അദ്ദേഹം വികസിപ്പിച്ചു. അങ്ങനെ 1987ൽ റെഡ് ബുൾ എന്ന ബ്രാൻഡ് പിറന്നു. തുടക്കത്തിൽ റെഡ് ബുള്ളിന്റെ വളർച്ച വളരെ പതുക്കെയായിരുന്നു. ആളുകൾ ഇതിനെ ഒരു സാധാരണ പാനീയമായി കണക്കാക്കിയില്ല. എന്നാൽ മറ്റേഷിഡ്സ് തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു. പരമ്പരാഗത രീതികൾക്ക് പകരം അദ്ദേഹം പുതിയ വിപണന തന്ത്രങ്ങൾ പരീക്ഷിച്ചു. എക്സ്ട്രീം സ്പോർട്സ് ഇവന്റുകൾ, സാഹസിക പ്രവർത്തനങ്ങൾ എന്നിവയുമായി റെഡ് ബുള്ളിനെ ബന്ധിപ്പിച്ചു. ഇത് റെഡ് ബുള്ളിന് ഒരു പ്രത്യേക പ്രതിച്ഛായ നൽകി. റെഡ് ബുൾ നിങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു എന്ന മുദ്രാവാക്യം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. റെഡ് ബുള്ളിന്റെ വിജയത്തിനു പിന്നിലെ പ്രധാന കാരണം അതിന്റെ ശക്തമായ ബ്രാൻഡ് ഐഡന്റിറ്റിയാണ്. സാഹസികത, ഊർജം, സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങളുമായി റെഡ് ബുൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക അനുഭവം നൽകുന്നു. കൂടാതെ റെഡ് ബുൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണ്. അതുതന്നെയാണ് ഈ ബ്രാൻഡിന്റെ വിജയരഹസ്യവും. ഇന്ന് റെഡ് ബുൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എനർജി ഡ്രിങ്കുകളിൽ ഒന്നാണ്. ഡീട്രിക് മെറ്റഷിഡ്സിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് റെഡ് ബുള്ളിന്റെ വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകങ്ങൾ. റെഡ് ബുള്ളിന്റെ കഥ ഒരു സാധാരണ ഉൽപ്പന്നത്തെ എങ്ങനെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്.